ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമായിട്ടാണ്. വേറെ ആർക്കുമല്ല, ഇപ്പോൾ ജർമ്മനിയിലിട്ട് വരുന്നവർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഡേ ബൈ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ടിക്കറ്റ് ഉണ്ടാവും. ആ ടിക്കറ്റ് വെച്ച് നമുക്ക് ജർമ്മനി ഫുള്ള് ട്രാവൽ ചെയ്യാൻ പറ്റും. ആ ടിക്കറ്റിൻ്റെ പ്രൈസ് വരുന്നത് ഞാൻ വന്ന സമയത്ത് 58 ആയിരുന്നു. ഇപ്പോൾ അത് 63 ആയി. ഈ ജാനുവരി 1 തൊട്ടിട്ട് അതെന്തായി 63 ആയി. ഈ ഒരു ടിക്കറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ജർമ്മനി ഫുള്ള് ട്രാവൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ടിക്കറ്റ് വേറെ എടുക്കേണ്ടി വരത്തില്ല. അതായത് ഐ സി ഇല്ല, എന്നാലും അല്ലാത്ത ബാക്കിയുള്ള എല്ലാ ട്രെയിനുകളും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിൽ നമുക്ക് എല്ലായിടത്തും പോവാം. ഐ സി തന്നെ പോകണമെന്നില്ല, അതിൽ എല്ലാ സ്ഥലത്തും നമുക്ക് ട്രാവൽ ചെയ്യാം. ഒരു ലിമിറ്റും ഇല്ല അതിന്. ഒരു മാസത്തിൽ നിങ്ങൾക്ക് എല്ലായിടത്തും പോകാം. അപ്പോൾ ഈ ഒരു ടിക്കറ്റ് എടുക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. കാരണം ഈ ഒരു ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വളരെയധികം കഷ്ടപ്പെടുന്ന കുഴപ്പമില്ല. കാരണം ഞാനിവിടെ വന്നപ്പോൾ കുറേ ബുദ്ധിമുട്ടിയായിരുന്നു ഈ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പലരോടും ചോദിച്ചു, അങ്ങനെയൊക്കെയാണ് എടുത്തത്. അപ്പോൾ അതും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ലാസ്റ്റ് നമ്മൾ ഡേബിയിൽ അവിടെ പോയി അങ്ങനെയൊക്കെയാണ് എടുത്തത്. പിന്നെ അതിനിപ്പോൾ മനസ്സിലായി ഇത്രയും എളുപ്പമായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും കൂടി അത് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. നിങ്ങൾക്ക് ഈ ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റ് എടുക്കാനായിട്ട് വേണ്ടത് രണ്ട് കാര്യങ്ങൾ മാത്രമാണ്. ആദ്യത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അഡ്രസ്സ് വേണം. അത് ഓൾറെഡി എല്ലാവർക്കും ഉണ്ട്. അവിടെ വന്നു കഴിയുമ്പോൾ സെക്കൻഡ് ആയിട്ട് വേണ്ടത് ഒരു ബാങ്ക് അക്കൗണ്ടാണ്. ബാങ്ക് അക്കൗണ്ടും അഡ്രസ്സും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എളുപ്പത്തിൽ ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റ് എടുക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾ ആദ്യം തന്നെ ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ചെയ്യേണ്ടത് ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതായത് ഡേബേ നാവിഗേറ്റർ എന്ന് പറയും. ഈ ഒരു ആപ്പ് കൊണ്ടിട്ട് നിങ്ങൾക്ക് വളരെയധികം ഉപകാരമുണ്ട്. ടിക്കറ്റ് എടുക്കാനും പറ്റും. നിങ്ങൾക്ക് ഈ ജർമ്മനിയിൽ നമ്മുടെ നാട്ടിൽ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യുന്ന പോലെയാണ് ഇവിടുത്തെ ഡേബേ നാവിഗേറ്റർ. അതായത് നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ ഇത് വളരെയധികം യൂസ്ഫുള്ളാണ്. നിങ്ങൾ എവിടെയും വിട്ടുപോകത്തില്ല. ഈ ഒരു ആപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ എവിടെ ചെന്നാലും ഇതിൽ നോക്കുക. നിങ്ങൾ നിൽക്കുന്ന സ്ഥലം കറണ്ട് ലൊക്കേഷൻ കൊടുക്കുക. എങ്ങോട്ടാണോ പോകേണ്ടത് അത് കൊടുക്കുക. കറക്റ്റ് അടുത്തുള്ള ബസ് നിങ്ങൾക്ക് ഇതിൽ കാണിക്കും. എത്ര മണിക്കാണോ അല്ലെങ്കിൽ എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്നുള്ളതിൻ്റെ അടുത്തടുത്തുള്ള കണക്ഷൻ നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ ഈ ഒരു ആപ്പ് ആദ്യം ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റിങ്സ് പോകാം. ലാസ്റ്റിലത്തെ പ്രൊഫൈലിൽ പോവുക. പ്രൊഫൈലിൽ പോയതിന് ശേഷം നിങ്ങൾ അവിടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതായത് നിങ്ങളുടെ പ്രൊഫൈൽ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. എൻ്റെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തതുകൊണ്ട് ഇവിടെ ലോഗൗട്ട് ആക്കാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് തന്നെ ഒരു യൂസർ ID കൊടുക്കുക. സെക്കൻഡ് യൂസർ IDക്ക് പാസ്വേഡ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ യൂസർ IDയിലുള്ള പേരോ നമ്പറോ അതിൽ റിപ്പീറ്റേഷൻ വരാൻ പാടില്ല. അതായത് എൻ്റെ യൂസർ നെയിം ഹാഷ്ന ഹസൻ ABCD അല്ലെങ്കിൽ @gmail.com അതാണ് ഞാൻ യൂസർ നെയിമായിട്ട് കൊടുത്തത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇമെയിലാണ് നമ്മൾ കൊടുക്കുന്നത് ഉണ്ടെങ്കിൽ അതിലുള്ള ഹാഷ്ന ഹസൻ എന്നുള്ളത് എന്തിൽ വരാൻ പാടില്ല, പാസ്വേഡിൽ വരാൻ പാടില്ല, ABCD വരാൻ പാടില്ല. നിങ്ങൾ അതല്ലാത്ത എന്തെങ്കിലും വേണം എന്ത് കൊടുക്കാൻ, നിങ്ങളുടെ പാസ്വേഡായിട്ട് ചൂസ് ചെയ്യാൻ. പാസ്വേഡിൽ വേണ്ടത് മിനിമം ഒരു അപ്പർ കേസ് വേണം, പിന്നെ ലോവർ കേസ് വേണം, നമ്പർ വേണം, പിന്നെ എന്ത് വേണം, 12 ക്യാരക്ടേഴ്സ് ഉണ്ടാവണം. അതായത് എല്ലാം കൂടി കൂട്ടി 12 അക്ഷരങ്ങളോ നമ്പറുകളോ അങ്ങനെ എന്തെങ്കിലും വേണം. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഫസ്റ്റ് എന്താണ്, പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടത് യൂസർ നെയിമും പാസ്വേഡുമാണ്. ഇത് രണ്ടും ശ്രദ്ധിക്കേണ്ട. യൂസർ നെയിമിൻ്റെ റിപ്പീറ്റേഷൻ എന്തിൽ വരാൻ പാടില്ല, പാസ്വേഡിൽ വരാൻ പാടില്ല. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ദെൻ നിങ്ങൾ ചെയ്യേണ്ടത് നേരെ ആപ്പിൻ്റെ ഫസ്റ്റ് പോവുക. അതായത് ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബുക്കിംഗ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ. അതായത് ഫസ്റ്റിലത്തെ നമ്മൾ ചെയ്ത പ്രൊഫൈലിൽ പോയിട്ടാണ് ഒരു ID ക്രിയേറ്റ് ചെയ്തത്. ദെൻ നിങ്ങൾ ലാസ്റ്റിൽ ഇപ്പോൾ ബുക്കിങ്ങിൽ പോയതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങോട്ട് കുറച്ച് പൊക്കുമ്പോഴത്തേക്കും ഇവിടെ പാൻ കാർഡ് എന്നുള്ളൊരു സാധനമാണ്. അത് നിങ്ങളുടെ സ്വൈപ്പ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റ് ഉണ്ടാവും. ഈ ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റിൽ നിൽക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റ് കൗഫൺ ചെയ്യണം. അതായത് ഈ 63 റുപ്പീസിൻ്റെ ടിക്കറ്റ് കൗഫൺ ചെയ്യാനുള്ള, അതായത് കാണിക്കാനുള്ള ഓപ്ഷൻ ആയിരിക്കും കാണിക്കുക. ഇതിൽ നിങ്ങൾക്ക് ഏത് മാസമാണോ വരുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ അടുത്ത ഉണ്ടെങ്കിൽ മാർച്ചിൽ ഇവിടെ വന്നിട്ട് ഏപ്രിൽ തൊട്ടിട്ട് ക്ലാസ് തുടങ്ങുന്ന പിള്ളേരുണ്ടാവില്ല, അവർക്കാണെങ്കിൽ ഇപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഏപ്രിലേക്കുള്ളത്. അപ്പോൾ ഏപ്രിലേക്കുള്ളത് സെലക്ട് ചെയ്യുക. എപ്പോഴും ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റ് വരുന്നത് ഇടയ്ക്ക് വെച്ച് എടുക്കാൻ പറ്റത്തില്ല. നമുക്ക് എപ്പോഴും മന്ത് ഫസ്റ്റ് തൊട്ടിട്ടാണ് ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റ്. ഇപ്പോൾ നമ്മൾ മാർച്ച് 1-ാം തീയതി എടുത്താലും 10-ാം തീയതി എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും, 1-ാം തീയതി തൊട്ടുള്ള ആ ഒരു ഇതാണ് വരിക. അതായത് നിങ്ങൾക്ക് ഇടയ്ക്ക് വെച്ചിട്ട് പോകില്ല. എപ്പോഴും എല്ലാം ഒരു മാസത്തേക്ക്, അതായത് കറക്റ്റായിട്ട് മാർച്ച് 1 തൊട്ട് ലാസ്റ്റ് വരെ, ഏപ്രിൽ 1 തൊട്ട് ഏപ്രിൽ ലാസ്റ്റ് വരെ അങ്ങനെയായിരിക്കും വരിക. അപ്പോൾ നിങ്ങളിപ്പോൾ ഏപ്രിലേക്ക് എടുക്കുകയാണെങ്കിൽ ഏപ്രിൽ മന്ത് ഫുള്ള് പറ്റും. നെക്സ്റ്റ് മന്ത് വേറെ എടുക്കണം. ഇന്നിപ്പോൾ മാർച്ച് 8 ആയില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് അടുത്ത ഏപ്രിൽ വരെ 8 വരെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. മാർച്ച് 31 എന്ത് ചെയ്യും, നിങ്ങളുടെ ഈ ടിക്കറ്റ് തീരും. അടുത്ത ടിക്കറ്റ് നിങ്ങൾ വാങ്ങിക്കണം. അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റിൻ്റെ ഈ ഒരു സാധനം എടുക്കുക. ഓക്കെയോട് അടിയിൽ എന്ത് ചെയ്യുക, ടു കസ്റ്റമർ ഡാറ്റ. അത് കഴിഞ്ഞ് നിങ്ങൾ അടിയിൽ ടു കസ്റ്റമർ ഡാറ്റ കൊടുക്കുക. ദെൻ ഈ ഡാറ്റയുടെ അവിടെ എന്ത് കൊടുക്കുക, നിങ്ങളുടെ പേര്, ഇമെയിൽ അഡ്രസ്സ്, ഡേറ്റ് ഓഫ് ബർത്ത്. അതായത് നിങ്ങളുടെ അതിൽ കൊടുത്തിരിക്കുന്ന പേര് ഏതാണ്. നിങ്ങളിപ്പോൾ ഒരു ID ക്രിയേറ്റ് ചെയ്തപ്പോൾ അതിൽ പേര് കൊടുത്തിട്ടുണ്ടാവില്ല. ആ പേര്, നിങ്ങൾ കൊടുത്ത Gmail, അഡ്രസ്സ്,
അതാണ് മെയിനായിട്ട് വേണ്ടത്. അഡ്രസ്സിൽ വേണ്ടത് നിങ്ങളുടെ സ്ട്രാസെ അതായത് നിങ്ങളുടെ അഡ്രസ്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്ട്രാസെ എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രീറ്റിൻ്റെ പേര് കൊടുക്കുക. ദെൻ നിങ്ങളുടെ ഹൗസ് നമ്പർ, നിങ്ങളുടെ അഡ്രസ്സിൽ ഒരു നമ്പർ ഉണ്ടാവും, അതാണ് നിങ്ങളുടെ ഹൗസ് നമ്പർ. ദെൻ പോസ്റ്റൽ ലൈൻസ്, അതായത് പോസ്റ്റൽ കോഡ് അത് വേണ്ടി വരും. പിന്നെ നിങ്ങളുടെ സിറ്റി. ആ മൂന്ന് ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞിട്ട് ഡോയ്ച്ച്ലാൻഡും കൊടുത്തു കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് അടുത്ത പോർട്ടൽ വരും, അതായത് അടുത്ത ഇത് വരുന്നത് ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റ് എടുക്കാനുള്ളത്. ദെൻ അതുകൂടാതെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അതും കൂടി കൊടുത്തതിന് ശേഷം ടു ട്രാവലർ. അപ്പോൾ ടു ട്രാവലർ നെക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമുക്ക് വേണ്ടിയാണെങ്കിൽ, അതായത് ഇപ്പോൾ എനിക്ക് വേണ്ടിയാണെങ്കിൽ എനിക്കാണെന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ടിന് വേണ്ടിയാണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ ഐ ആം ഓർഡറിങ് ഫോർ അനദർ പേഴ്സൺ സെലക്ട് ചെയ്യുക. ദെൻ ടു ബാങ്ക് ഡീറ്റെയിൽസ്, ദെൻ നിങ്ങൾ പോകുന്നത് ബാങ്ക് ഡീറ്റെയിൽസിലോട്ടാണ്, അതായത് നിങ്ങളുടെ ഏത് ബാങ്ക് വഴിയാണ് ഈ പേയ്മെൻറ്റ് നടത്തേണ്ടത് എന്നുള്ളതിലോട്ടാണ് പോവുക. അത് കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണം, ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. ഞാനിവിടെ ഓൾറെഡി കൊടുത്തുകൊണ്ട് ഇവിടെ വന്ന് കിടപ്പുണ്ട്. നിങ്ങൾ ഇവിടെ കൊടുക്കാൻ വേണ്ടി വരും, അതായത് നിങ്ങളുടെ ഐബാൻ അടിച്ചു കൊടുക്കണം. ഇവിടെ ഡോയ്ച്ച്ലാൻഡിൽ അക്കൗണ്ട് എടുത്തവർക്ക് അറിയാൻ പറ്റും, എല്ലാ ബാങ്ക് അക്കൗണ്ടിനും ഒരു ഐബാൻ ഉണ്ടാവും. നമ്മൾ അത് വെച്ചിട്ടാണ് ട്രാൻസ്ഫർ എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഐബാൻ അവിടെ കൊടുത്തിട്ട് ലിങ്ക് ചെയ്യുക. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ട്രാൻസ്ഫർ, അതായത് എല്ലാ മാസവും ഓട്ടോ പേ കൊടുക്കാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ സ്വന്തമായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അല്ല, മറ്റുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇപ്പോൾ ഈ ഒരു മാസത്തേക്ക് വേണ്ടി മാത്രമാണെങ്കിൽ ഈ ഒരു മാസത്തേക്ക് വേണ്ടി മാത്രം എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ദെൻ ഓക്കെ അടിച്ച് പോകുമ്പോഴത്തേനും ബൈ നോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അതും കൊടുത്തു കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് എന്ത് വരും, ടിക്കറ്റ് മെയിലിൽ വരും. ഫസ്റ്റ് ആയിട്ടാണ് നിങ്ങൾ ടിക്കറ്റ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്ത ജിമെയിലിൽ നിങ്ങളുടെ ടിക്കറ്റ് വരുന്നതായിരിക്കും. ആ ടിക്കറ്റിൻ്റെ നമ്പറുകൾ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ ആപ്പിലോട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലോട്ട് ഡയറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഇതിൽ മൂന്നാമത്തെ ഓപ്ഷൻ കണ്ടോ, ജേണി എന്ന് പറയണേ, ഈ ഓപ്ഷനിൽ നിൽക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്തായിരിക്കും, ബ്ലാങ്ക് ആയിരിക്കും, ടിക്കറ്റ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഇത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മേളിലൊരു പ്ലസ് ഉണ്ട്. ആ പ്ലസ്സിൽ നിൽക്കിയതിന് ശേഷം ഇതിൽ 2 നമ്പർ ഉണ്ട്, ഓർഡർ നമ്പർ, സബ്സ്ക്രിപ്ഷൻ നമ്പർ. അതായത് നിങ്ങളുടെ ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റിൽ, അതായത് നിങ്ങളുടെ മെയിലിൽ വന്നതിൽ തന്നെ ഉണ്ടാവും ഓർഡർ നമ്പർ അല്ലെങ്കിൽ ഔഫ്ട്രാക്സ് നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ ഉണ്ടാവും. അതാണ് നിങ്ങളുടെ ഇവിടുത്തെ കൊടുക്കേണ്ട ഓർഡർ നമ്പർ ഓർ സബ്സ്ക്രിപ്ഷൻ നമ്പർ. അതും കൊടുക്കുക. ലാസ്റ്റ് നെയിം ഓഫ് പാസഞ്ചർ, അതായത് ഇപ്പോൾ എൻ്റെ പേര് ഹാഷ്ന ഹസൻ എന്നാണ്, എൻ്റെ ലാസ്റ്റ് നെയിം എന്താ ഹസൻ. അപ്പോൾ അതും കൂടി കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങളിവിടെ എന്ത് ചെയ്യുക, ആഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ എന്ത് വരും, ടിക്കറ്റ് ആഡായി വരും. എൻ്റെ ഇപ്പോൾ വീഡിയോ എടുക്കുന്ന ഫോണിലാണ് ടിക്കറ്റ്, അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരാത്തത്. അപ്പോൾ ആ നമ്പർ നിങ്ങൾ കൊടുത്തതാണെങ്കിൽ എന്ത് വരും, നിങ്ങളുടെ ടിക്കറ്റ് ഫോണിൽ വരും. പിന്നെ നിങ്ങളെപ്പോൾ വണ്ടി കയറിയിട്ടുണ്ടെങ്കിലും ഈ ഫോണിലെ QR കോഡ് കാണിച്ചിട്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പോകാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്ന് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ ഉറപ്പായിട്ടും അതിന് ആൻസർ തരുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ചെയ്യുന്നത് സ്ക്രീൻ റെക്കോർഡായിട്ട് വേണമെന്നുണ്ടെങ്കിലും ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. ഞാനിത് ഷോർട്സ് വീഡിയോ ആയിട്ട് ഇടാം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ചോദിക്കാൻ മറക്കരുത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ വീഡിയോസിനെ കുറിച്ച്, അതായത് ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസിനെ കുറിച്ച് എന്തെങ്കിലും നല്ലതോ ചീത്തതോ ആയിട്ടുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. കാരണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത് അറിയാൻ പറ്റത്തില്ല, ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്, ഇതിൽ എക്സ്പീരിയൻസ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങളാണ് ഞങ്ങൾക്ക് തിരുത്തി തരേണ്ടത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ വല്ല മിസ്റ്റേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ പറയാനോ നിങ്ങൾക്ക് കൂടുതൽ സജഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഞങ്ങൾ നിങ്ങളുടെ കമൻറ്റ്സ് എല്ലാം കാണുന്നുണ്ട്. അതിനുള്ള വീഡിയോസ് ഉടനെ വരുന്നതായിരിക്കും. എല്ലാത്തിനും ഞങ്ങൾ വീഡിയോ ചെയ്യുന്നതും ആയിരിക്കും. അപ്പോൾ നിങ്ങൾ കാണുന്നില്ല എന്നോർത്ത് ആരും പേടിക്കേണ്ട. ഞങ്ങളെല്ലാ കമൻസും കാണുന്നുണ്ട്, വായിക്കുന്നുണ്ട്, അതിനുള്ള വീഡിയോസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ നിങ്ങളുടെ വീഡിയോസ് വരുന്നതായിരിക്കും. പിന്നെ ഈ ഡേബിനെ കുറിച്ച്, ഈ ടിക്കറ്റിനെ കുറിച്ച് എടുക്കാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ ഉടനെ തന്നെ എന്ത് ചെയ്തേക്കാം, സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വീഡിയോ ഇടാം. വേണമെങ്കിൽ നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് എന്ത് ചെയ്യുക, സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് വീഡിയോ ഷോർട്സ് ആയിട്ട് ഇടാം. ഓക്കെ, അപ്പോൾ അടുത്ത യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരെ, ചൂസ്.